ശിവന്റെ അടുത്ത് ഞാൻ ആകെ ചോദിച്ചത് എന്താ പറ്റിയത് ബ്രോ ഇങ്ങനെ ഇരിക്കല്ലേ വെച്ചില്ല അത് ആ ഒരു എപ്പിസോഡിൽ അത് പറയും. കാരണം ആദ്യത്തെ ആഴ്ച ആദ്യത്തെ എപ്പിസോഡിൽ തൊട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ തൊട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അന്ന് ഞാൻ ആ കോർണറിൽ നമ്മുടെ സ്കീ കോർണറിന്റെ ഓപ്പോസിറ്റ് പോയി ഇരുന്ന് കരച്ചിലിന്റെ പക്കത്ത് എത്തിയത്. കാരണം ലാലേട്ടനെ കൊണ്ട് ഒരാൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിഷമം വരും. ഈ ജാസ്മിന് പുറത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ജാസ്മിന്. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അല്ല, ആക്ച്വലി ഹൗസിന്റെ ഉള്ളിലും ചെറിയ ചർച്ചകൾ നടന്നിരുന്നു. സീക്രട്ട് ഏജന്റ് വന്നപ്പോൾ പറഞ്ഞിരുന്നു. അപ്പം അത് പക്ഷേ സീക്രട്ട് ഏജന്റ് വന്നപ്പോൾ പറഞ്ഞത് എത്രത്തോളം ഞാനല്ല അത് കേട്ടത്, ജാസ്മിനാണ് കേട്ടത്. ഞാൻ അവിടെ ഇരുന്നിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അനാവശ്യ കാര്യങ്ങൾ എന്റെ തലയിലേക്ക് എടുത്ത് വെച്ചാൽ എനിക്ക് അവിടെ കൂടുതൽ പ്രഷർ വരുന്നുള്ളതുകൊണ്ട് ഞാൻ ആ പരിപാടിയിലേക്ക് പോയിട്ടില്ല. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം അത് സായി തന്നെ ലാലന്റെ മുന്നിൽ വെച്ച് പറഞ്ഞത് മൊത്തം ഗെയിമിന്റെ ഭാഗമായിട്ട് അവളെ തളർത്താൻ വേണ്ടി പറഞ്ഞതാന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അതില് വൈബ് സെറ്റ് ആയത് ആദ്യം അത് എല്ലാം ആക്സിഡന്റൽ ആണ്. അത് ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ആക്സിഡന്റൽ ആയിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഉറങ്ങാണ്ടാണ് ബിഗ് ബോസ് പറഞ്ഞായിരുന്നു. നിങ്ങൾ ഉറങ്ങാതെ എവിടെയെങ്കിലും പോയിരുന്ന് പ്ലാൻ ചെയ്യുന്നതാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ, രതീഷ് ചേട്ടൻ, ജാസ്മിൻ, നോറ, പിന്നെ 2-3 പേര് കൂടി ഉണ്ടായിരുന്നു. പക്ഷെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ പോയി കിടന്ന് ഞങ്ങൾ 4 പേര് മാത്രം പുറത്ത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് കുറെ നേരം സംസാരിച്ചിരുന്നു, പാട്ടൊക്കെ പാടി. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കൊരു ബോണ്ടിങ് വരും. കാരണം പിന്നെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന മുഖങ്ങൾ ഇവരുടെ മുഖം മാത്രമേ കാണുള്ളൂ, പുറത്തുനിന്ന് വേറെ ആളുടെ കാണില്ല. പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്വപ്നം കാണുന്നത് പോലും പുറത്തുള്ള കാര്യങ്ങളല്ല, അതിന്റെ അകത്തുള്ളവരുടെ മുഖം. കാരണം നമ്മളൊരു ദിവസം എഴുന്നേൽക്കുമ്പോൾ കിടക്കുന്നത് വരെ കാണുന്നത് സെയിം മുഖങ്ങളാണ്. ഒരു 20 ദിവസം കഴിഞ്ഞാൽ 21 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ പണ്ടത്തെ ജീവിതം മറന്നു. പിന്നെ നമ്മുടെ ലോകാത. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നത് എല്ലാം അവർ തന്നെയാവും. അങ്ങനെ ബോണ്ടിങ് വന്നു. ഞങ്ങൾ 2 ആഴ്ചയിൽ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു, വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഒരു സ്ട്രഗിൾ പോയിന്റ് വന്നായിരുന്നു. അതായത് കോർണേഡ് ആയിട്ട് ഫീൽ ചെയ്ത് ബാക്കി 10-15 പേര് നമുക്കെതിരെ നിന്ന് നമ്മൾ 2 പേര് മാത്രം. അന്ന് വേറൊരു എലമെന്റ് അതിലില്ല, പക്ഷെ അതിനെ പല രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്ത് നമുക്ക് അത്രയും പ്രഷർ വന്ന് കോർണേഡ് ആയ സ്ഥലത്താണ് നമ്മൾ അത്രയും ഡീപ്പായിട്ട് കണക്ട് ആയത്. അവിടെയാണ് ഇത് വർക്കായത്. ഞാൻ പറയുകയാണെങ്കിൽ, ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ, ഇത് ബലമാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ അത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ജീവിതത്തിൽ തളർന്നു നിൽക്കുന്ന ഒരു പോയിന്റിൽ, നമുക്ക് ആരും ഇല്ലാന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ ഇങ്ങനെ കൈപിടിച്ച് നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് മനസ്സിനുള്ള ബലം, ശരീരത്തിനുള്ള ബലമല്ല. ജാസ്മിൻ ഈസ് എ ബ്രില്യന്റ് പ്ലെയർ. അത് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു കാര്യമാണ്. എങ്ങനെ സംസാരിക്കണം, എന്ത് പറയണം, ആരോടെ എന്ത് പറഞ്ഞ് നിൽക്കാൻ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ജാസ്മിൻ. ജിൻഡോ ചേട്ടൻ്റെ അടുത്താണെങ്കിലും റോക്കിയുടെ അടുത്താണെങ്കിലും, ബാക്കി എല്ലാവരും കയറി മുട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളെ വരെ ജാസ്മിൻ പറഞ്ഞു ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കില് കഴിവുള്ള ആള് തന്നെയാണ്. ജാസ്മിൻ പുറത്തിറങ്ങിയാലും സെയിം ഇമോഷൻ കീപ്പ് ചെയ്യും. സെയിം ഇമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത്? അതിന്റെ ഉത്തരം ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു. ഞാൻ അവള് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ള തീരുമാനത്തിലേക്ക്. അത് ഞാൻ ഒരിക്കലും ഇപ്പൊ ഒരു ലവ് എലമെന്റോ അല്ലെങ്കിൽ ലവ് ട്രാക്കോ മറ്റേ വേറെ അങ്ങനത്തെ എക്സ്ട്രാ പരിപാടികളോ ഒന്നും അല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹം തന്നെയാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം. അത് വേറൊരു കാര്യം പറയട്ടെ. ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞങ്ങൾ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങളായിരുന്നു. നമ്മളിപ്പോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യം പലപ്പോഴും പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് വൾഗറായോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു രീതിയായിട്ടോ തോന്നാം. പക്ഷെ അതിന്റെ അകത്ത് നിൽക്കുന്നവർക്കേ അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ. നമുക്ക് ആകെ ഫൺ അല്ലെങ്കിൽ നമുക്ക് ആകെ സംസാരിക്കാനുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ആ ഒരു ഫ്രീഡം എടുക്കുമ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ വളച്ചൊടിക്കുമ്പോൾ അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സർവൈവ് ചെയ്തു, അത്രയാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. അതായത് 55 നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഷോ. അകത്ത് നിൽക്കുമ്പോൾ പ്രഷർ കുക്കർ തന്നെയാണ്. മെന്റലി, ഇമോഷണലി, ഫിസിക്കലി തളർന്ന് പിഴിഞ്ഞി ഉടച്ചെടുക്കും. അത് എങ്ങനെ തരണം ചെയ്യുന്നുള്ളതനുസരിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോ ഒരു 10 കിലോന്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. ഒരിക്കലും അല്ല. ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല. എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ, ഇനി അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾ ഇതും ഓരോ പ്രാവശ്യം ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പിസോഡ് കാണാത്തോണ്ടാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നില്ല എന്ന് എനിക്കറിയില്ല. ഞാൻ ആ വീടിന്റെ ഓരോ കോർണേഴ്സിലും പോയി അവിടുത്തെ ലൈറ്റ് സെറ്റപ്പ് എന്താണ്, മൈക്കുകൾ എവിടെയാണ് ഇരിക്കുന്നത്, ജിൻഡോ ചേട്ടൻ അന്ന് എന്നെ കളിയാക്കി. അത് ഞാൻ പക്ഷേ നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. മൈക്ക് എവിടെ ഇരിക്കുന്നത്, എവിടെയാണ് ലൈറ്റ് സെറ്റപ്പ്, എങ്ങനെയാണ് വരുന്നത്, അതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവർ ആ സെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലൈറ്റിംഗിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിലാണെങ്കിലും സെറ്റ് ഡിസൈനിലാണെങ്കിലും ഒരുപാട് ഡീപ്പായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെറ്റ് ഒരു ദിവസം ഓടാണെങ്കിൽ 10-350 ആൾ അതിന്റെ ചുറ്റും നടന്ന് ഓടണം, എന്നാലാണ് അത് അത്ര സ്മൂത്ത് ആയിട്ട് ഓടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം വരുന്ന സമയത്ത് നമുക്ക്
സ്ക്രിപ്റ്റഡ് ആണോന്ന് വെച്ചാൽ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവർക്ക് തരാം, ടാസ്കുകൾ തരാം. ആ ടാസ്കുകൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് ആ വീടിന്റെ അകത്തുള്ളവരാണ്. നമ്മൾ അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറം ലോകമായിട്ട് നമുക്കൊരു ബന്ധമില്ല. ആ ബിഗ് ബോസിന്റെ വോയിസ് മാത്രമാണ് നമുക്ക് പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധം. ജിൻഡോ ഇറങ്ങുമ്പോഴില്ലേ ഭയങ്കര സൗഹൃദത്തില, മീൻസ് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അതുകൊണ്ട് ഇനി ജിൻഡോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് കാണാൻ സാധിക്കും. ഞാൻ ആ സ്റ്റേജിൽ നിന്നപ്പോ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, എന്റെ ഗെയിം ആ വീടിന്റെ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത്. ഇനി എനിക്ക് അതെ അതെ തീർച്ചയായും ദേഷ്യമോ വിദ്വേഷമോ വെറുപ്പോ പറയുന്ന ഒരു ഇമോഷൻസും ഞാൻ അവിടെ നിന്ന് ക്യാരി ചെയ്തിട്ടില്ല. സ്നേഹവും സൗഹൃദവും സഹോദര്യവും മാത്രമാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ എന്റെ കുറച്ച് ആൾക്കാരുള്ള തുണി, വേറെ വലിയ കാര്യമായിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ബാക്കിയുള്ളതൊക്കെ അവിടെ കഴിഞ്ഞു. എനിക്ക് എത്ര ദേഷ്യം ഉണ്ടായിട്ടില്ല, എത്ര തല്ലി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തല്ലി പിടിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഗെയിം മുന്നോട്ട് പോകണേ? എല്ലാവരും കൂടി സൗഹൃദം കൂടി വിമർശനം ഇല്ലാതെ. അതുകൊണ്ടാണ് ഈ പ്രസ് ഇത്ര റേറ്റിംഗ് കൂടിയത്. അതെനിക്കറിയില്ല, എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പ്രേക്ഷകര് ഗബ്രിയുടെ ഒരു എഡിക്ഷൻ വന്ന സമയത്ത് പറഞ്ഞൊരു പ്രധാന കാരണം ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഗബ്രി എന്താണ് അതേക്കുറിച്ച്? ഞാൻ ഒറ്റയ്ക്കല്ല കളിച്ചതെങ്കിൽ 5 പ്രാവശ്യം ഞാൻ പവർ മീ കയറുമ്പോൾ 5 പ്രാവശ്യം ജാസ്മിൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. 5 പ്രാവശ്യം ഞാൻ മാത്രമാണ് കയറിയത്. ജാസ്മിൻ ഒരു തവണ പവർ മീ കയറിയിട്ടുള്ളൂ. ജാസ്മിനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ റസ്മിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമായിരുന്നു അല്ലെങ്കിൽ ഇല്ല, ജാസ്മിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ റസ്മിന് ഒരിക്കലും പ്രശ്നമായിരുന്നില്ല. പക്ഷെ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഗെയിം ചില ദിവസങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് റസ്മിൻ എന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഫ്രണ്ട്ഷിപ്പിനെ അത് ഒരിക്കലും ബാധിക്കില്ല. പക്ഷെ നമ്മള് അതിന്റെ അകത്ത് നമ്മൾ വരുന്ന ഇമോഷൻസിനെ ഒളിച്ചു വെച്ച് സ്നേഹം അഭിനയിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എന്റെ മനസ്സിൽ എന്താണോ അത് തന്നെയാണ് ഞാൻ കാണിക്കുക. അത് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് ഒരു ടാസ്കിൽ റസ്മിൻ പറഞ്ഞ കള്ളൻ എന്നൊരു വാക്ക് പറഞ്ഞത് എനിക്ക് ഹേർട്ടായി. ഞാൻ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു, എനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവർക്ക് മാത്രമേ എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ അവര് ജിൻഡോ ചേട്ടൻ എന്ത് പറഞ്ഞാലും ബാക്കി അവിടെ ഉള്ളവർ എത്ര പേര് എത്ര അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്നെ അഫക്ട് ചെയ്യാറില്ലായിരുന്നു. അത് വിഷമം വന്നതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ഒരിക്കലും അവിടെ നമ്മൾ ഒരാളുടെ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ഒരാളെ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ആരും ട്രിഗർ ചെയ്യില്ല. ഞാൻ ചെയ്യില്ല. ഒരാളെ എനിക്ക് ഇപ്പൊ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ചെയ്യില്ല. അല്ലെങ്കിൽ അത്രയും നമ്മളെ വിഷമിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു കാരണം വേണം. അപ്പൊ മാത്രമാണ് ഞാൻ ജിൻഡോ ചേട്ടൻ അന്ന് ട്രിഗർ ചെയ്യാൻ കാരണം തന്നെ അത്രയും ബാഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. അത്രയും പ്രൊവോക്കേഷൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. അതാണ് ഗെയിം. അവിടെയാണ് നമ്മളൊരു ഗെയിമർ ആവുന്നത്. അതിന്റെ ഉള്ളിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഗബ്രി പുറത്തായ ജാസ്മിൻ ഗെയിം കളിക്കും, പക്ഷെ ജാസ്മിൻ പുറത്തായ ഗബ്രി ഗെയിം കളിക്കാൻ സാധ്യതയില്ല. ഞാനല്ല പറഞ്ഞത്, ബാക്കിയുള്ളവരാ പറഞ്ഞു. ഇപ്പൊ ജാസ്മിനെ എപ്പോഴും കേൾക്കുന്ന ഒരു വിമർശനമാണ് വൃത്തിയുടെ പേരിൽ. അപ്പൊ ജാസ്മിൻ ഒരു ബ്യൂട്ടി ബ്ലോഗർ കൂടിയാണല്ലോ. വൃത്തിയുടെ പേരിൽ അവൾക്ക് അത്യാവശ്യത്തിൽ അധികം വൃത്തിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ അടുത്താണ്, ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ കൂടെയാണ്, ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ തന്നെയാണ്. ആവശ്യത്തിലധികം വൃത്തി ജാസ്മിൻ ഉണ്ട്. ഒന്നരാളം കുളിക്കുമെന്നുള്ളത് ആദ്യം വന്നപ്പോൾ തമാശക്ക് പറയുന്ന ഒരു കാര്യമാണ്. അതിനെ വലിച്ചഴച്ച് ഇത്രയും വലുതാക്കി പ്രശ്നം ഉണ്ടാക്കിയത് ആ തുമ്മിയതാണെങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ, അതായത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ പലതരത്തിലും ബാധിക്കും. നമ്മളിപ്പോ ഒരു മീഡിയോക്കർ, അതായത് പാവപ്പെട്ട ഒരു സെറ്റപ്പിൽ നിന്ന് വളർന്ന് വലുതേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് പഠിക്കാനുള്ള അവസരം കിട്ടാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട്. ജാസ്മിൻ ആണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്. സ്വന്തം കുടുംബത്തിനെ ആ ഒരു ഇതിൽ നിന്ന് പൊന്തിച്ച് സ്വന്തം എഫേർട്ടിൽ കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അത് അങ്ങോട്ട് വിട്ട് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഇറങ്ങിയവരൊക്കെ ബാക്കിയുള്ളവർ പറയുന്നത് അതെന്താന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച അവളായിട്ട് പറഞ്ഞതുകൊണ്ടാണ് അവൾ കുളിക്കുന്നില്ല എന്നുള്ള സാധനം അവൾക്ക് എതിരെടുത്ത് ഉപയോഗിക്കാൻ പറ്റിയത്. അത് അവളുടെ മണ്ടത്തരെന്ന് ഞാൻ പറയും. കാരണം അവൾക്ക് അവിടെ എല്ലാവരും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണ്. ഒരു ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് അത്രയും ചീത്ത പറഞ്ഞിട്ടോ അത്രയും വൃത്തിയായിട്ട് പറഞ്ഞിട്ടോ അടുത്ത് ഒരു ദിവസം കഴിയുമ്പോൾ ജാസ്മിൻ അങ്ങോട്ട് നിന്ന് സംസാരിക്കും, അല്ലെങ്കിൽ വാരി കൊടുക്കും. അപ്പൊ ഞാൻ ചോദിക്കും ഇത് എന്തിനാ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കും. കാരണം എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. എന്റെ ഉള്ളിലുള്ള സാധനം പോയാൽ മാത്രമേ ഞാൻ നോർമലായിട്ട് പെരുമാറുള്ളൂ. അപ്പൊ അനുസരിച്ചായിട്ട് ഞാൻ ലാസ്റ്റ് ദിവസം ഇല്ല, ജാസ്മിൻ അഭിനയിക്കേണ്ട ആവശ്യമില്ല. കാരണം അവള് വെച്ചോണ്ടിരിക്കില്ല. ഒരു 2 മണിക്കൂറിനുള്ളിൽ അവളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ മുഴുവൻ വിട്ടിട്ട് വീണ്ടും അവരായിട്ട് ഓക്കെ ആവും. ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു, ജാസ്മിൻ കാലിനകം കടിച്ചിട്ട്. എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളത് അത് ഭയങ്കരമായിട്ട് ഒരു വൃത്തിന്റെ കേസിലൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. അത് ഓരോ സമയത്ത് ചെയ്യുന്ന ഓഡീഷൻസ് പലതരത്തിലുള്ള വിമർശനങ്ങൾ പുറത്ത് നടക്കുന്നു. ഓഡീഷൻസ് പൈസ മേടിച്ചിട്ട് അതേപോലെ ഞാൻ ഗബ്രിയുടെ ഓഡീഷൻ എങ്ങനെയായിരുന്നു? എന്നെ ആദ്യം വിളിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ വിളിച്ചതല്ലേ, എന്തായാലും ഓഡിഷൻ വരാം എന്ന് പറഞ്ഞു. ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. ഒരു സൂം കോൾ ആയിരുന്നു. സൂം കോൾ കഴിഞ്ഞു. രണ്ടാമത്തെ അവരുടെ ഓഫീസിലായിരുന്നു ഓഡിഷൻ, ലൈവ് ഓഡിഷൻ. അതിന്റെ വീഡിയോ ആണ് അന്ന് ക്ലിപ്പായിട്ട്
ഒരു എപ്പിസോഡിൽ കാണിച്ചായിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ അത് അനുകൂലമായിരുന്നു, മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഓഡിഷൻസ് ആയിട്ട്, വേറെ അങ്ങനെ ജാസ്മിനുമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരുന്നെങ്കിൽ പക്ഷേ ഞാൻ ഇപ്പൊ വീട്ടുകാരങ്ങനെ പലരും കൂടി ഒരു പ്രണയം എന്നുള്ളൊരു സാധനം ഉണ്ടാവുമായിരുന്നു സാഹചര്യം. റീഎൻട്രി ഇൻ കേസ് കിട്ടിയാതെ പോകാൻ താല്പര്യമുണ്ടോ? ഉറപ്പായിട്ടും എനിക്ക് ടാസ്ക് കളിക്കണം, അതിന്റെ അകത്ത് നിൽക്കണം, തല്ല് പിടിക്കണം, ഒച്ചപ്പാടുണ്ടാക്കണം, ഫുഡ് കഴിക്കണം, എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യണം, പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, ഇത്രേ ഉള്ളൂ എനിക്ക്. അല്ലാതെ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ കപ്പെടുക്കലോ ആ പൈസയോ ആയിരുന്നില്ല എന്റെ ലക്ഷ്യം. എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിലെ എല്ലാവരുടെ അടുത്തേക്ക് എന്റെ മുഖം എത്തിക്കണം. അത് എത്തി, അത് മാറും. നിങ്ങൾ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ എല്ലാ വിഷയത്തിലും കൃത്യമായിട്ട് പറയുന്ന ആളാണ്. അതുപോലെ ജാസ്മിനും നിങ്ങൾ അതായത് പക്ഷെ നിങ്ങളുടെ വിഷ്വലുകൾ കൂടുതൽ വന്ന് നിങ്ങൾ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ കൈ പിടിച്ചിരിക്കുന്നതും കൂടുതൽ സംസാരിക്കുന്ന പ്രണയരംഗങ്ങൾ പോലത്തെ രംഗങ്ങളാണ്. അപ്പൊ അല്ലാതെ ഒരു ഗെയിം നിങ്ങൾക്ക് അവിടെ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നോ? തെറ്റുണ്ട്, എങ്ങനെ കൈ പിടിച്ചിരിക്കുന്നത് തെറ്റാണ്. കൈ പിടിച്ചിരിക്കാൻ തരുന്നില്ല, ആ വിഷ്വൽസ് മാത്രമാണ് വന്നത്. പക്ഷെ നിങ്ങൾ നിലപാടുകൾ പറയുന്ന ഒരാളാണ്. ചാനലും ആ രീതിയിലാണ്. അതെനിക്ക് അറിയാവുന്ന കാര്യമല്ല. പക്ഷേ ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൈ പിടിച്ചിരിക്കുന്നതും തോളത്ത് കൈയിട്ടിരിക്കുന്നതും അല്ലെങ്കിൽ കൈ മുറുക്ക പിടിക്കുന്നതും തെറ്റാണോ? അത് നമ്മുടെ പെർസ്പെക്ടീവ് തെറ്റാറിയില്ല, ബട്ട് ജനങ്ങൾ എന്നുള്ളൊരു ജനങ്ങളുടെ പെർസ്പെക്ടീവിൽ എങ്ങനെയാണത് തെറ്റാകുന്നത്? അതല്ല, അത് നമ്മളും അതിനെ ജഡ്ജ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വൾഗർ എലമെന്റ് വരുന്നുള്ളൂ. അത്രയും നേരം അത് വൾഗർ അല്ല. സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേവരെ കിസ് ചെയ്തിട്ടില്ല? ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേള്, ബോയുടെ അല്ല ഞാൻ ഗേളിനെ കിസ് ചെയ്യില്ലേ? അവളത് റൂം കൊടുക്കല്ലേ? അതിൽ ആ ജെൻഡർ ഇല്ലാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് അതിലൊരു എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ചെറിയൊരു വിമർശനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഷോ തുടങ്ങിയപ്പോഴേ അതിനൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ഏത് പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും. പക്ഷെ ഇതൊരു ഒറ്റ സെക്കൻഡിൽ ഞാൻ ഫ്രണ്ട്സ് ആവാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. നമ്മൾ ഇന്റർനാഷണലി ഒരുപാട്, ഞാൻ യാത്രകളിലെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അതെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തനുസരിച്ച്, പിന്നെ എത്രത്തോളം അവർ തമ്മിൽ സാമ്യതകൾ ഉണ്ടെന്നുള്ളത്. ജാസ്മിന്റെയും എന്റെയും ചിന്താഗതി വളരെ സിമിലറാണ്. ഞങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന രീതി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യണത് വിഷ്വലിൽ വരില്ല, പക്ഷെ നോമിനേഷൻ മിക്കപ്പോഴും സിമിലർ ആയിരിക്കും. കാരണം നമ്മൾ ചിന്തിക്കുന്ന രീതിയും ഗെയിം പ്ലാൻ ചെയ്യുന്ന രീതിയും അല്ലാണെങ്കിൽ ഞാൻ അതിന്റെ അകത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ അതൊക്കെ വരുന്നു എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും. ഓഡിഷൻ ടൈമിൽ മീറ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്താൽ പോയെന്നൊരു സംസാരം പൊതുവെ ഉണ്ടായിരുന്നു. മീറ്റ് ചെയ്തൊന്നല്ല, ഓഡിഷൻ ടൈമിൽ ഞാൻ ഓഡിഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ അവിടുത്തെ ലിവിംഗ് റൂമിൽ ജാസ്മിൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ അവിടെ അത്രയും ഏഷ്യാനെറ്റിന്റെ ഓഫീസിന്റെ അകത്ത് ഞാൻ അവളുടെ അടുത്ത് പോയി എങ്ങനെ പ്ലാൻ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ജാസ്മിനെ തന്നെ. നേരത്തെ നമ്മുടെ എല്ലാ സൗഹൃദ ബന്ധമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും പ്രണയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും എന്താ പറയാ കുടുംബമാണെങ്കിലും എല്ലാത്തിലും കയറ്റങ്ങളും ഇറക്കങ്ങളും അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ ലൈഫ് സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ബാലൻസ്. അതായത് എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല, നമുക്ക് മടുക്കും. എപ്പോഴും സങ്കടം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും. സങ്കടവും സന്തോഷവും കറക്റ്റ് ആയിട്ട് ആ ബാലൻസിൽ പോകുന്നതിലാണ് ലൈഫ് എന്ന് പറയുന്ന സംഭവിക്കണം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. വിഷമങ്ങൾ ഉണ്ടാവണം, സന്തോഷങ്ങളില്ല എന്ന് പറയാൻ പറ്റുമോ? വിഷമങ്ങളുള്ള അത്രയും തന്നെ, അല്ലെങ്കിൽ അതിലേറെ സന്തോഷങ്ങളും അപ്പുറത്തെ സൈഡിലുണ്ട്. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, നമ്മൾ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും നമ്മൾ പാട്ട് പാടുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും, ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും ജാസ്മിൻ എനിക്ക് ഒരു ഉരുള ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് എനിക്ക് ഒരു ഉരുള തരുമായിരുന്നു. അതൊക്കെ പക്ഷെ ഇപ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവുന്നത്. അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കില്ല. അതിൽ നിന്ന് പുറത്തിറങ്ങി വേറൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ വില മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഋഷി വാഴ അങ്ങനത്തെ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സൗഹൃദം കീപ്പപ്പ് ചെയ്യണമായിരുന്നു എന്നുള്ളൊരു തോന്നുന്നു. സൗഹൃദം കീപ്പപ്പ് ചെയ്തിട്ട് ഇപ്പോഴും ഉണ്ട്. ഋഷിയും ഞാനും തമ്മിൽ ആകെ ഒരേ ഒരു പ്രാവശ്യം മാത്രം, അന്നും അടി ഉണ്ടായിട്ടില്ല. ഋഷിയായിട്ട് ഞാൻ ഒരു പ്രാവശ്യം കയറി സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് ഋഷി ഒന്നും തിരിച്ചു പറഞ്ഞില്ല. ഇല്ല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഋഷിനെ ഞാൻ ഒരിക്കലും വാഴ വിളിക്കും മാറിയിരുന്ന് ചിലപ്പോ വിളിച്ചിട്ടുണ്ടല്ലോ. നേരത്തെ പറഞ്ഞു പുറമേ ആളുകൾ അറിയില്ല എന്ന് പറഞ്ഞു, പക്ഷെ കോമണേഴ്സിന് നിങ്ങൾക്ക് 2 ആഴ്ച മുന്നേ ഓൾറെഡി അറിയാമായിരുന്നു. കോമണേഴ്സിനെ അറിയാം. റസ്മിനായിട്ടുള്ള ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്തത് എങ്ങനെ? അത് നേരിട്ട് തന്നെ എനിക്ക് റസ്മിനെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. അതിന്റെ അകത്ത് പോലും ഞാൻ 1-2 ആഴ്ച റസ്മിന്റെ അടുത്ത് കാരണം 5 പേരുടെ പേരുകളാണ് അതിന്റെ ഉള്ളിൽ തന്നെ നോറ അറിയാതെ വിളിച്ചു പറഞ്ഞത്. നോറയില്ല, അത് ജിൻഡോ ചേട്ടനാണ് പറഞ്ഞത്. നോറയല്ല, ജിൻഡോ ചേട്ടനാണ് പറഞ്ഞത്. ജിൻഡോ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജിൻഡോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെണ്ണാണ്. അല്ല, ഇവരായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അത് അവരുടെ ഗെയിമാണ്. ഓരോരുത്തരും അതിന്റെ അകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ഗെയിമും ആവാം, റിയാലിറ്റിയും ആവാം, പലതും ആവാം. നമുക്കത് വേർതിരിച്ച് കാണാൻ പറ്റുമ്പോഴാണ് അവരുടെ സ്ട്രാറ്റജി കറക്റ്റ് ആയിട്ട് വർക്കാവുന്നത്.
ഇപ്പൊ ജിൻഡോ ചേട്ടൻ അങ്ങനെ ഒരു സാധനം പ്ലേസ് ചെയ്ത് അത് കത്തിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ്. എന്റെ സത്യം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ലാന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ എനിക്ക് പറ്റുള്ളൂ, അല്ലാതെ തെളിയിച്ച് കാണിച്ചു തരാനായിട്ട് എനിക്ക് ഇത് തുറക്കാൻ പറ്റില്ല. ഇപ്പൊ ആര് winner ആവണമെന്നാണ് ഗബ്രി ആഗ്രഹിക്കുന്നത്? ആര് winner ആവണമെന്ന്? ജാസ്മിൻ 100% ജാസ്മിന് വേണ്ടി പൂർണ്ണ പിന്തുണ പുറത്തുണ്ടാവും. സപ്പോർട്ട് ഉണ്ടാവും. സപ്പോർട്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ അകത്ത് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കളിച്ചോളും. ജാസ്മിൻ ഇസ് എ വെരി ഗുഡ് പ്ലെയർ. അത് നാളത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ദിൽഷയ്ക്ക് വേണ്ടി മനസ്സിലാവും. റോബിൻ പുറത്തായതുപോലെ ഒരു സപ്പോർട്ട് കിട്ടാൻ സീക്രട്ട് ഏജന്റിനെ പറ്റി എന്താ പറയാനുള്ളത്? സായി ഇസ് എ വെരി ഗുഡ് പ്ലെയർ. സായി ഭയങ്കര നല്ല പ്ലെയർ ആണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇപ്പൊ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, സായി ഇപ്പൊ ഒന്ന് പതുങ്ങിയിരിക്കണം. അത് ചിലപ്പോ ആ ഫിസിക്കൽ ഇഞ്ചുറിയുടെ പേരിലായിരിക്കാം. പക്ഷെ പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ ചിലപ്പോ പണിയെടുക്കും. നോറ വിന്നർ ആവുമെന്ന് തോന്നുന്നുണ്ടോ? വിന്നറാവട്ടെ. പവർ റൂം ഇല്ലായിരുന്നെങ്കിൽ ഇതിനു മുന്നേ പുറത്തു വരേണ്ട ആരൊക്കെയാന്ന് പറയാം. പവർ റൂം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടാണ്. എനിക്ക് നല്ല ഇമേജ് ആയിട്ട് ഞാൻ ആദ്യത്തെ ആഴ്ച തൊട്ട് ജനങ്ങളുടെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സൈഡിൽ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മറ്റൊരു അർജുനായി ഞാൻ അവിടെ ഇരുന്നാണ്. പക്ഷെ പവർ റൂമിൽ ആദ്യത്തെ ആഴ്ച അബദ്ധവശാൽ വന്നു എന്നുള്ളതാണ് ഞാൻ ആ വീട്ടിൽ ചെയ്ത ഏറ്റവും വലിയ പണി. പവർ റൂം ഒരു ട്രാപ്പല്ല. പവർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലുപരി പവർ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. താഴെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഓഡിയൻസ് അതിനെ എങ്ങനെ കൺസീവ് ചെയ്യുന്നുള്ളതിലാണ് പവറിന്റെ വില ഇരിക്കുന്നത്. പവറിനെ ഞാൻ എത്ര പവർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നീ പോടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു. പിന്നെ അതിൽ പവർ ഇല്ല. അവർ ഉപയോഗിക്കുന്ന രീതി പ്രോപ്പറായിട്ട് താഴെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് പവർ ആവുള്ളൂ. അപ്സര, ഞാൻ, അർജുൻ, റസ്മിനായിട്ട് പവർ റൂമിൽ ഇരുന്ന ഒരു ആഴ്ചയുണ്ട്. ആ ആഴ്ച എനിക്ക് തോന്നുന്നു അവിടെ പവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ആഴ്ചകളൊന്നും അതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് അസംബ്ലി നടത്തി ഞങ്ങൾ രാവിലെ, പാത്രങ്ങള്, ഞങ്ങൾക്കുള്ള ഭക്ഷണം കൃത്യമായിട്ട് ടേബിളിൽ വരെയായിരുന്നു. ഇതെല്ലാം പവർ റൂളിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു നിയമ പുസ്തകം അവിടെ ഉണ്ട്. ഇതിന്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആഴ്ച എനിക്ക് തോന്നുന്നു ആ ആഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. സിബിൻ അത്യാവശ്യം നന്നായിട്ട് പവർ റൂമിന്റെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പവർ റൂം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയില്ല, സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, അത് എനിക്കെതിരായിരുന്നു. അതൊരു അനാവശ്യ ഉപയോഗമായിരുന്നു. പക്ഷെ അതും അവരുടെ കയ്യിൽ തന്നെ പോയി. കാരണം ജിൻഡോ ചേട്ടൻ അവിടെ വന്ന് പറഞ്ഞൊരു ഡയലോഗിൽ ആ കാര്യം പൊളിഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളാണല്ലോ ഗെയിം. അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. ഇപ്പോഴും സേഫ് ഗെയിമേഴ്സ് ഉണ്ടോ അവിടെ? അത് അവിടെ പാവങ്ങൾ അവിടെ നടത്തിപ്പോട്ടെ. ഇതിൽ എന്താണ് നിർത്താനായിട്ട്? കാണേണ്ടാത്തവർ കാണരുത്, കാണേണ്ടവർ കാണണം. എൻജോയ് ചെയ്തും ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. ഇനി എനിക്കിപ്പോ ഞാൻ വന്ന സമയത്ത് ഫ്ലൈറ്റിലിരുന്ന് ഞാൻ എന്റെ ഇമെയിലിൽ വരെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തെറിവിളികൾ ഒരു സൈഡിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പക്ഷെ അതും ഈ ഗെയിമിന്റെ ഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞ ബാലൻസ്. ഒരു 10 തെറി കേട്ട് കഴിയുമ്പോൾ ഒരു 2 നല്ല വാക്കുകൾ, ഒരു 2 പേര് പറയാണ് പോലെ നിന്റെ കളി നല്ലതായിരുന്നു, നീ ഒന്നുമില്ലെങ്കിലും നന്നായിട്ട് കളിച്ചിരുന്നു, നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായിരുന്നു എന്ന് പറയുന്ന ഒരു 2 വാക്ക് മതി അത് ബാലൻസ് ചെയ്യാനായിട്ട്. തെറിവിളികളും അതിന്റെ നല്ല വാക്കുകളും ഒക്കെ അതിന്റെ രീതിയിൽ പോകും. ലാലേട്ടൻ തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് സന്തോഷങ്ങൾ നമ്മൾ ഒരുപാട് ആഘോഷിക്കരുത്, ദുഃഖങ്ങൾ നമ്മൾ ഒരുപാട് വിഷമിക്കരുത്. രണ്ടും ഈക്വൽ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെൻ മോഡിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും. വിമർശകരോട് സ്നേഹം മാത്രം. ഇപ്പോഴും സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരോട് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ആ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. ആദ്യത്തെ ആഴ്ച തൊട്ട് ഈ നിമിഷം വരെ സേഫ് ഗെയിം കളിക്കുന്നവരും ആ വീട്ടിലുണ്ട്. പക്ഷെ ആരെന്ന് പറയും ഈ പവർ റൂം എന്ന് പറയുന്ന ഒരു ട്രാപ്പാണ്. പവർ റൂം ട്രാപ്പ് അല്ല. പവർ റൂം സേഫ് ആവുന്നത് ഒരു ട്രാപ്പ് അല്ല, അതും ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ അന്തസ്സായിട്ട് പവർ റൂമിൽ നിന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു, ഞാൻ വീട്ടിനകത്തിരുന്നേനെ. എന്റെ മണ്ടത്തരായിരുന്നു. ഞാൻ അന്ന് ആലോചിച്ചില്ല, ഡീപ്പായിട്ട് അതിലേക്ക് ഒരു ചിന്ത ഞാൻ കൊടുത്തില്ല. അതുകൊണ്ടാണ് പ്രേക്ഷകർ നോക്കുമ്പോൾ ഉണ്ടാകാം. പക്ഷെ അത് അവരുടെ ഗെയിമാണ്. അവരെന്നെ വിശ്വസിപ്പിച്ചത് കൊണ്ടാണല്ലോ ഞാൻ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തത്. ശ്രീരേഖയൊക്കെ പുറത്തു മറ്റേ പവർ റൂമിൽ പുറത്തുനിന്ന് ഔട്ടാന്ന് തോന്നുന്നു. അത് കൂട്ടി അനുസരിച്ചിട്ട് ജാസ്മിൻ അല്ലെങ്കിൽ അടുത്തൊരു വിന്നർ ആരായിരിക്കും പറയുക? ജാസ്മിൻ അല്ലെങ്കിൽ ചിന്തോ വിന്നറാവാൻ സാധ്യതയുണ്ട്. കാരണം ആഗ്രഹമുണ്ട്.